അബിൻ ജോസഫിന്റെ രചനയിൽ അനുരാജ് മനോഹർ ഡയറക്ട് ചെയ്ത സിനിമ ടൊവിനോ ചിത്രമാണ് നരിവേട്ട. നരിവേട്ട ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന്റെ സോഷ്യോ പൊളിറ്റിക്കൽ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് തന്നെ ഇത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിരിക്കും ഈ സിനിമ സംവദിക്കുന്നത് എന്നുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ട് നരിവേട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പെർട്ടിക്കുലർ മുത്തങ്ങ സംഭവം അത് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പോലീസ് എന്താ പറയാ അവര് പോലീസും ആദിവാസികളും തമ്മിലുള്ള ഈ ഒരു ഏറ്റുമുട്ടൽ തന്നെയാണ് ഈ സിനിമയ്ക്ക് മെയിൻ പ്രമേയമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ടെക്നിക്കൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ബ്രില്യന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ ജെക്സ് ബി ജോയുടെ മ്യൂസിക് വളരെയധികം മികച്ചു നിൽക്കുന്നു. അതുപോലെ തന്നെ ഷബീർ മുഹമ്മദിന്റെ എഡിറ്റിംഗ് ആണെങ്കിലും അതുപോലുള്ള എല്ലാ രംഗനാഥ് രവിയുടെ സൗണ്ട് ഡിസൈൻ, ആ കാടിന്റെ ഭംഗിയും അതുപോലെ തന്നെ ആ മ്യൂസിക്, ആ ആക്ഷൻ രംഗങ്ങളുള്ള തീവ്രതയും കാണികളിലേക്ക് സംവദിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ടെക്നിക്കലി വളരെ ബ്രില്യന്റ് ആണ്. കഥാപരിസരം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. ഒരു പോലീസുകാരന്റെ അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രണയ ജീവിതത്തിൽ നിന്നും തുടങ്ങി അദ്ദേഹത്തിന്റെ വീട്ടുകാരിൽ നിന്ന് അവർ തമ്മിലുള്ള എക്സ്ചേഞ്ച്, അവർ തമ്മിലുള്ള റിലേഷനിൽ തുടങ്ങി അദ്ദേഹം ഒരു പോലീസ് ജോലിയിൽ പ്രവേശിക്കുന്നതും അതിനെ തുടർന്ന് ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു മിഷനിലേക്ക് അദ്ദേഹത്തിന് അസൈൻ ചെയ്യപ്പെടുകയാണ്. ടൊവിനോയുടെ ക്യാരക്ടർ ഈ വയനാട്ടിൽ നടക്കുന്ന ഈ ആദിവാസി ഭൂസമരത്തിലെ ആ ഒരു ക്ലാഷിലേക്ക് ടൊവിനോയുടെ ക്യാരക്ടർ വർഗീസ് എന്നുള്ള പോലീസ് ക്യാരക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, അതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളാണ് സിനിമയുടെ കഥ. ടൊവിനോ ഈ സിനിമയിൽ വളരെ മികച്ചതായി പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടെ അഭിനയിച്ച സുരാജ് ആണെങ്കിലും തമിഴ് നടനായ ചേരനാണെങ്കിലും അതുപോലെ തന്നെ ആദിവാസികളായി അഭിനയിച്ച എല്ലാ ക്യാരക്ടേഴ്സും അവരുടെ റോൾ വളരെ ഗംഭീരമായിട്ട് ആ ഇമോഷൻ ഒട്ടും ചോർന്നു പോവാതെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ഏറ്റവും തുടക്കത്തിൽ ഈ സിനിമ ഈ ഒരു ഇൻസിഡന്റിലേക്ക് എത്താൻ ഒരു ചെറിയ ഒരു വെളിച്ചൽ പോലെ തോന്നിയെങ്കിൽ ആ കഥാ പരിസരം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേസ് ആയിട്ട് മാത്രമാണ് ഫീൽ ചെയ്തത്. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിലേക്ക് വരുന്ന കഥ വളരെ ഫാസ്റ്റ് ബേസിലേക്ക് പോവുകയാണ്. അത് ചില രംഗങ്ങൾ ഈ മെയിൻ ആയിട്ടുള്ള ഇവർ തമ്മിലുള്ള ആദിവാസികളും പോലീസും തമ്മിലുള്ള ക്ലാഷ് രംഗങ്ങളൊക്കെ ആ ഒരു ഷോട്ടുകളൊക്കെ അതിഗംഭീരം, നല്ല മികച്ച മേക്കിംഗ് ആണ്. ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റ് അത് വളരെ എന്താ പറയാ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്ത ഒരു ഷൂട്ട് ആ സീനുകളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതിന്റെ ഇമ്പാക്ട് തിയേറ്ററിൽ നമുക്ക് അനുഭവിക്കാനും പറ്റിയിട്ടുണ്ട്. പിന്നെ ടൊവിനോയുടെ ക്യാരക്ടർ വർഗീസ് എന്നുള്ള ക്യാരക്ടർ വിവിധ മാനസികാവസ്ഥകളിലൂടെ കടന്നു പോകുന്നതും അദ്ദേഹത്തിന് ഒരു മനംമാറ്റം ഉണ്ടാകുമോ എന്ന് അങ്ങനെയുള്ള ഫീലിങ്സുകൾ കൺവേ ചെയ്യുന്നതിൽ ടൊവിനോ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരുപാട് സ്ലോ മോഷൻ ഫാസ്റ്റ് കട്ടുകളിൽ ഇതും ഒരേപോലെ ആവർത്തനമായിട്ടുള്ള ഇമോഷൻസ് ആണോ വീണ്ടും വീണ്ടും കാണുന്നത് എന്നുള്ള ഒരു ഡ്രാമാറ്റിക് ഫീൽ ചില സ്ഥലത്ത് ഫീൽ ചെയ്തെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് അത് ജനങ്ങൾ കാണേണ്ടതാണ്, അത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതാണെന്നുള്ള മെറിറ്റിൽ തന്നെ ആ കഥാപാത്രത്തിന്റെ ടൊവിനോയുടെ ഒരു പോർട്രയൽ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. കാരണം ഒരു ഇങ്ങനെയുള്ള ചില നമ്മൾ മറന്നുപോയ ചില ചരിത്രങ്ങൾ, ഇത്തരം കലാരൂപങ്ങൾ എന്ന് പറയുന്നത് എല്ലാ സിനിമകൾക്കും ഒരു മോട്ടീവോ അല്ലെങ്കിൽ അതിനൊരു മെസ്സേജ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ സിനിമയ്ക്ക് അങ്ങനെയുള്ള മെസ്സേജുകൾ വളരെ എളുപ്പത്തിൽ സമൂഹത്തിലേക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അനുരാജ് മനോഹർ വളരെ വലിയ ഒരു സത്യസന്ധമായ ഒരു റിസ്ക് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ കഥയുടെ യഥാർത്ഥ സംഭവത്തിന്റെ ഡോക്യുമെന്ററി അല്ല എന്ന് അദ്ദേഹം തന്നെ വിശദമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെതായ ചില എഴുത്തുകാരന്റെ സംവിധാനത്തിന്റെ ലിബർട്ടി ഇതിനകത്ത് അവരെടുത്തിട്ടുമുണ്ട്. എന്നിരുന്നാൽ തന്നെയും ആ സിനിമ സംവദിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ആദിവാസികളുടെ ഭൂമി പ്രശ്നം എന്നുള്ളത് മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിനിമ കാരണമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. നല്ല പെർഫോമൻസുകളുള്ള ഇന്റൻസ് ആയുള്ള ഡ്രാമകൾ ഇഷ്ടപ്പെടുന്ന വളരെ സോഷ്യലി റെലവന്റ് ആയ സബ്ജക്റ്റുകൾ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും കണ്ടിരിക്കേണ്ട ചിത്രമാണ് നരിവേട്ട. അത് ഉയർത്തുന്ന ഒരു സാമൂഹിക പ്രസക്തമായ ചോദ്യം കുറച്ചു നാളെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും. അതിനുള്ള നീതി ഇതിനുള്ളവർക്ക് കിട്ടട്ടെ എന്നും കൂടി നമ്മൾ ആശിച്ചു പോവുകയാണ്. ഈ സിനിമയുടെ അവരുടെ ഇമോഷൻസ് കൺവേ ചെയ്തത് അത്തരത്തിലാണ്. പോലീസ് എന്നുള്ള ആ ഒരു സിസ്റ്റത്തിനകത്ത് നടക്കുന്ന ചില അവരുടെ തമ്മിലുള്ള വ്യക്തി സംഘർഷങ്ങൾ എങ്ങനെയാണ് വലിയ വലിയ കലാപങ്ങളെ ഒതുക്കുന്നതും അത് സൃഷ്ടിക്കുന്നതും അവര് തന്നെ സൃഷ്ടിക്കുന്നതാണോ എന്നുള്ള ചോദ്യങ്ങളും ഉയർത്തുന്ന രീതിയിലുള്ള ഒരു വലിയ പ്രസക്തമായ ചോദ്യം എഴുത്തുകാരനും സംവിധായകനും ഈ സിനിമയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്ത തിയേറ്ററിൽ നരിവേട്ട കാണുക, നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുക. താങ്ക് യു.